ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഏപ്രിൽ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സഹചര്യം, നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജിനെ ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അപ്പോൾ അവിടെയും വേണമെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് ചെയ്യാം പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇടണ വീഡിയോസ് വേറെ മാതിരിയാണ്. അപ്പോൾ അത് ഇവിടെ ഷെയർ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അവിടെ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ മെസ്സേജസ് കിട്ടും. ആൻഡ് അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവുക, ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ എല്ലാം വീഡിയോസിൻ്റെ ആക്സസ് കിട്ടും. വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. എല്ലാം വീഡിയോസ് അപ്ലോഡായി ഉടനെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക, ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ലിയോ. എന്താണ് മന്ത്ലി മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മാസത്തിൻ്റെ മെസ്സേജ് നമ്മൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ലിയോ, ഇവിടെ നമ്മൾക്ക് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ റീഡിങ് ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഏപ്രിൽ മാസത്തിൽ ചാരിയറ്റ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ലിയോ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി മജിഷ്യൻ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ചാലഞ്ചാണ് ടെമ്പറൻസ്. അഡ്വൈസ് നിങ്ങൾക്ക് ക്വീൻ ഓഫ് വാൻഡ്സ്. ഹിഡൻ ഫാക്ടറിൽ നിങ്ങൾക്ക് 2 ഓഫ് വാൻഡ്സ്. ഔട്ട്കം. അപ്പോൾ ലിയോ, ചാരിയറ്റാണ് നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം, ഏപ്രിൽ മാസം. അപ്പോൾ ചാരിയറ്റ് ട്രാവൽഡ് എനർജിയാണ്. ഈ മാസം നിങ്ങൾ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഇത് കുറേ സക്സസിൻ്റെ എനർജിയാണ്. ജോലിയുടെ കാര്യത്തിൽ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ. ഇതൊരു ചോയ്സിൻ്റെ എനർജിയും കൂടിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടി വരും. ഒരു ചോയ്സ് ഉണ്ടാവും ലൈഫിൽ, എന്താ ചെയ്യേണ്ടത്, ഏത് ഡിറക്ഷനിലാണ് പോകേണ്ടതെന്ന്. അങ്ങനത്തെ പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം, ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം. പക്ഷേ ഈ ഡിസിഷൻ ഒരു വലിയ ഡിസിഷനാണ്. ഓക്കെ, അപ്പോൾ ചാരിയറ്റ് എന്താണ് ഇവിടെ? ക്യാൻസർ എനർജിയാണ് ചാരിയറ്റ്. 3 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയും ഉണ്ട്, 9 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആ ചോയ്സ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോണത്, അത് നിങ്ങൾക്ക് അതൊരു ഹാർട്ട് ബ്രേക്കിൽ ആ ഡിസിഷൻ എടുക്കണ മുകളിലാണ് നിങ്ങളുടെ ഔട്ട്കം ഉണ്ടാവുക. നിങ്ങൾ ശരിയായ ഡിസിഷൻ എടുത്താൽ അത് നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കും. പക്ഷേ ശരിയായ ഡിസിഷൻ എടുക്കില്ല വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കും ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിസിഷൻ ഈ മാസം എടുക്കാൻ പോണ ഡിസിഷൻ ഒരു വലിയ ചോയ്സാണ്, ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. അതുകൊണ്ട് ഈ മാസം നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. എന്ന് വെച്ചാൽ ഏതോ ഈ ഡിസിഷൻ്റെ മുകളിലാണ് നിങ്ങൾ എടുക്കാൻ പോണ തീരുമാനം, അതിൻ്റെ മുകളിലാണ് നിങ്ങളുടെ ഔട്ട്കം ഉണ്ടാവുക. അത് നിങ്ങളുടെ ഡിസിഷൻ്റെ മുകളിലാണ് ആ ഔട്ട്കം തീരുമാനമാവുക. നിങ്ങൾ എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാൽ അതുമാതിരി ആയിരിക്കും ഔട്ട്കം. ഒരു പോസിറ്റീവ് ഔട്ട്കമ്മും ഉണ്ട്, ഒരു നെഗറ്റീവ് ഔട്ട്കമ്മും ഉണ്ട്. പക്ഷേ അത് നിങ്ങളുടെ ചോയ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതെന്ന്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജി. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഒരു സ്ലോ മൂവിങ് എനർജിയാണ്. ഇതിൻ്റെ മുമ്പേ കാര്യങ്ങൾ കുറേ ഒരു റൂട്ടീൻ മാതിരിയായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്സ്, നിങ്ങളുടെ ജോലിയുടെ കാര്യം,
അപ്പോൾ കുറേ ചാലഞ്ചസും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ട മാതിരി പ്രോഗ്രസ് ഉണ്ടായിരുന്നില്ല. പറഞ്ഞാൽ കുറേ ബ്ലോക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം. പക്ഷേ ഇവിടെ ഈ ബ്ലോക്സിൻ്റെ കാരണം നിങ്ങൾ കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്തു, നിങ്ങൾ കുറേ ശ്രമിച്ചു ഈ ബ്ലോക്സിനൊക്കെ മാറ്റി മുമ്പോട്ട് പോകാൻ. ആൻഡ് ഫൈനലി ആ സക്സസ് നിങ്ങൾക്ക് കിട്ടി. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങളുടെ ലൈഫിലുള്ള ഡിഫിക്കൾട്ട് സമയമൊക്കെ ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ പോകണത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. അപ്പോൾ ഈ പുതിയ ബിഗിനിങ് ഏപ്രിലാണ് ഉണ്ടാവാൻ പോണ ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ഫ്രഷ് സ്റ്റാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ മജിഷ്യൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ട മാതിരി റിസൾട്ട്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏപ്രിൽ മാസത്തിൽ. 8 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ പാസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സിറ്റുവേഷന് വാക്ക് അവേ ചെയ്തു. എന്നുവെച്ചാൽ ആ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യണ്ടായില്ല. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആയിരുന്നു വെച്ചാൽ നിങ്ങളുടെ തീരുമാനമായിരുന്നു അത് ആ റിലേഷൻഷിപ്പിനെ വിടാൻ. ഇവിടെ കുറേ ഒരു പ്രാക്ടിക്കലായിട്ടാണ് ആ ഡിസിഷൻ നിങ്ങൾ എടുത്തത്. അതല്ല വെച്ചാൽ ഇവിടെ ഒരു ലോയറുടെ ഹെൽപ്പോ അതല്ല വെച്ചാൽ ഒരു CAയുടെ ഹെൽപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ഇതൊരു ഡോക്ടറുടെ ഹെൽപ്പുമാണ് എന്ന് വെച്ചാൽ ഒരു കൗൺസിലറുടെ ഗൈഡൻസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനം എടുത്തു. ഇപ്പോൾ ഇതൊരു ജോലിയുടെ കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രാക്ടിക്കൽ ഡിസിഷൻ എടുക്കണു. എന്നുവെച്ചാൽ ആ ജോലിയിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ജോലി അതല്ല വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എൻഡായി. ഇപ്പോൾ നിങ്ങൾ പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്. പക്ഷേ അതിൻ്റെ മുമ്പേ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ച് പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടി വരും. എന്നുവെച്ചാൽ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റായിരിക്കാൻ വഴിയുണ്ട്. പറഞ്ഞാൽ ഒരു സമയമെടുക്കും കുറച്ച് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരാൻ. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ. ആൻഡ് ആ ഡിസിഷൻ്റെ മുകളിലാണ് നിങ്ങളുടെ ഇവിടെ ഹാപ്പിനെസ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയണത് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവും. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കാരണം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എനർജി വിഡ്രോ ചെയ്യണു. എന്നുവെച്ചാൽ ഇതൊരു വലിയ ഡിസിഷനാണ്. ഈ ഡിസിഷൻ എടുത്ത ഉടനെ ഞാൻ കാണുന്നത് ഇവിടെ ഒരു അബണ്ടൻസും ഹാപ്പിനെസ്സാണ്. അപ്പോൾ ഈ ഡിസിഷൻ ഒരു വലിയ ചോയ്സാണ്, ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ടെമ്പറൻസ് ആണ്. ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വെച്ചാലും നിങ്ങൾക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച് വേണം എല്ലാത്തിലും. ഇത് എടുത്താൽ എന്താവും, രണ്ട് സൈഡിനും രണ്ട് ഭാഗത്തിലും നിങ്ങൾക്ക് ഒരു ബാലൻസ് ആയിട്ട് വേണം കാര്യങ്ങൾ നോക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്കൊരു ഒരു ബാലൻസ്ഡ് ഔട്ട്കം ഒരു ബാലൻസ്ഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടെമ്പറൻസ് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചാലഞ്ചാണ് ഈ മാസം. എന്നുവെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. നിങ്ങൾ ഒരു സൈഡിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ആ തീരുമാനം എടുക്കണത് നിങ്ങളുടെ ശരിയാവില്ല. അപ്പോൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഉണ്ടാവുക. പോസിറ്റീവ് റിസൾട്ട് വേണമെച്ചാൽ ക്ലാരിറ്റി വേണമെച്ചാൽ നിങ്ങൾക്ക് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അഡ്വൈസ് ക്വീൻ ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇവിടെ അഡ്വൈസ് നിങ്ങളോട് കോൺഫിഡൻ്റ്ലി മുമ്പോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ തീരുമാനം എടുക്കണം എന്ന് പേടിച്ചിട്ട് തീരുമാനം എടുക്കാണ്ടേയും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കോൺഫിഡൻസ് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം, ഒരു ബിലീഫ് വേണം. അത് നിങ്ങൾ എടുക്കണ തീരുമാനം ശരിയാവും എന്ന്. ഇവിടെ ഞാനൊരു പോസിറ്റീവ് ഔട്ട്കമാണ് കാണുന്നത്. 4 ഓഫ് വോൺസ് ഒരു ഗുഡ് ന്യൂസാണ്. ആൻഡ് ഇവിടെ ഒരു ചേഞ്ചും വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, സ്കോർപ്പിയോ എനർജി ഇവിടെ. അപ്പോൾ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ എന്താ പറയണ വെച്ചാലും അതിനെ എംബ്രേസ് ചെയ്യാം. ഓക്കെ, ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോവാം. 2 ഓഫ് വോൺസ് ആണ് ആദ്യം ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതും ചോയ്സിൻ്റെ എനർജിയാണ്. നല്ല പോലെ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ഡിസിഷൻ എടുക്കുക. ഫ്യൂച്ചറിനെ കുറച്ച് ആലോചിച്ചിട്ട് വേണം ഈ ഡിസിഷൻ എടുക്കുക. എന്നുവെച്ചാൽ ഈ ഡിസിഷൻ നിങ്ങളുടെ ലോങ് ടേം ഫ്യൂച്ചറിനെയാണ് ബാധിക്കാൻ പോണത്. അപ്പോൾ എന്താണ് ഈ ഡിസിഷൻ, ഈ ചോയ്സ്?
കുറേ ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നോക്കും, സാബോട്ടാജ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് ഒരു പുതിയ ബിഗിനിങ് തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ചെറിയ കാര്യമല്ല, വലിയ ഡിസിഷനാണ്. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം. എന്ന് വെച്ചാൽ വേറെ ആൾക്കാരും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായം നിങ്ങളെ നെഗറ്റീവായിട്ട് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാൻ വഴിയുണ്ട്. നിങ്ങളുടെ മനസ്സ് എന്താ പറയുക വെച്ചാൽ അത് ഫോളോ ചെയ്യുക. നിങ്ങൾ ചെയ്യണ റീസേർച്ച് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വേറെ ആൾക്കാരുടെ കുറേ ഒപ്പീനിയൻസ് ഉണ്ടാവും, അഭിപ്രായം ഉണ്ടാവും, പക്ഷെ അതെല്ലാം ഫോളോ ചെയ്യണം എന്നില്ല. ഔട്ട്കം നിങ്ങളുടെ 7 of Wands. അപ്പോൾ ഇവിടെ ഞാനൊരു ചാലഞ്ചാണ് കാണുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസ്, വേറെ ആൾക്കാർ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായം നിങ്ങളുടെ മുകളിൽ പറഞ്ഞാൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കും. 5 of Cups ഉണ്ട് ഇവിടെ. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ബോൾഡായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ ഒരു ക്വിക്ക് മൂവ്മെൻറ്റിൻ്റെ എനർജിയാണ്. പറഞ്ഞാൽ ഡിസിഷൻ എടുക്കുമ്പോൾ, തീരുമാനം എടുക്കുമ്പോൾ കൂടുതൽ സമയം എടുക്കരുത്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ ലേറ്റാക്കിയാൽ ഇത് ചിലപ്പോൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. അത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഇവിടെ ഒരു റിഗ്രറ്റും ഉണ്ടാവും. അപ്പോൾ വേഗം തീരുമാനം എടുക്കുക. പക്ഷേ തീരുമാനം എടുക്കണത് ശരിയായി എടുക്കുക. പറഞ്ഞാൽ ഒരു ഇമ്പൾസീവായിട്ട് എടുക്കണം എന്നല്ല പറയണേ. പക്ഷേ നിങ്ങൾ എന്താ മനസ്സിൽ വെച്ചണ വെച്ചാൽ അതിനെ കുറേ റീസേർച്ച് ചെയ്തിട്ട് പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം മുമ്പോട്ട് പോവാം. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തോ ഇത് ഒരു ഇമോഷണൽ ഡിസിഷനാണ്. പക്ഷേ നിങ്ങൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ബാലൻസ്ഡ് ഡിസിഷൻ എടുക്കണം. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനായി ഉണ്ട്, ലിയോ ഉണ്ട്, ക്യാൻസർ ഉണ്ട്. നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജാണ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ചോയ്സ് ഉണ്ട് ഈ മാസം. പക്ഷേ യൂണിവേഴ്സും നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കണ്ടേന്നല്ല പറയണേ, പക്ഷേ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷനാണ് പറയണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം അത് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇൻറ്റ്യൂഷനെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ഇവിടെ. പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് അയച്ചാൽ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ അതിൽ കുറച്ചുകൂടിയും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടും. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.